ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച ഉണ്ടോ, നമുക്ക് എല്ലാവർക്കും ലീവുള്ള ദിവസമാണ്, മക്കൾക്കും എല്ലാവർക്കും ലീവുണ്ട്. അപ്പോൾ ഇന്നത്തെ വാട്ടയിറ്റിൻ്റെ കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഫുള്ള് ബിരിയാണി കാര്യങ്ങളൊക്കെ ആവുന്നത്. ഇതിൻ്റെ മുമ്പൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. സൺഡേ ലീവ് ആകുമ്പോഴേ ഇങ്ങനെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇതിൻ്റെ ഇന്ന് വെയിറ്റ് ലോസും ഡയറ്റും ഒക്കെ ആണല്ലോ, അപ്പോൾ അതിനായിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ ഞാൻ കഴിച്ചത് കേട്ടോ. മക്കൾക്ക് ഞാനൊന്ന് ചെറിയ ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചത് എന്തൊക്കെയാണ്, ഞാൻ ഉണ്ടാക്കിയത് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മളെ വർക്കൗട്ടും ഡയറ്റും ഒക്കെ മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇടങ്ങറാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡയറ്റും വർക്കൗട്ടൊക്കെ ചെയ്ത് തുടങ്ങിക്കോട്ടാ. നമ്മത് മാഷാഅല്ലാഹ് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. 2 നേരം ഞാനിപ്പോൾ എനിക്ക് പറ്റുന്ന ടൈം ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈവനിങ്ങിന് ചെയ്യുന്നുണ്ട്. ചില രാവിലെ ചില നേരത്തെ ടൈം ഉണ്ടാവാതെ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തടിയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോ. അതുപോലെ തന്നെ ഞാൻ എന്നും രാവിലെ എണീറ്റ് കഴിക്കാൻ നമ്മളൊരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് ചെറിയ ജീരകവും അതുപോലെ നമ്മളെ കറാമ്പട്ടല്ലേ, അത് പൊടിച്ചതും ഇടാം, അല്ലാതെ ആ പട്ട ഉണ്ടല്ലോ അങ്ങനെ ഇടട്ടെ. ഞാൻ പട്ടായിട്ടാണ് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അത് തിളപ്പിച്ചിട്ട് അത് 2 ഗ്ലാസ് ആക്കൂട്ടോ. 2 ഗ്ലാസ് കുടിക്കും, വെറും വയറ്റിന് ഒരു ഇളം ചൂടിൽ നല്ലൊരു ഫ്രഷ്നെസ്സും ഉണ്ടാവും. അതുപോലെ നമുക്ക് വെയിറ്റ് ലോസിന് അടിപൊളിയായിട്ടുള്ള നന്നായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്കും കൂടെ ആയിട്ടാ. അത് നിങ്ങൾക്ക് പറ്റൂല എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ പച്ചവെള്ളല്ലേ, അത് 1 ഗ്ലാസ് എടുക്കുക, അല്ലെങ്കിൽ 2 ഗ്ലാസ് എടുക്കുക. അതിൽ നമ്മൾ ഒരു നാരങ്ങന്റെ പകുതി, അതായത് നടുഭാഗമായിട്ട് ഒന്ന് പിഴിഞ്ഞാണ്ട് അത് കുടിച്ചാലും മതിട്ടാ. ഇത് രണ്ടും ഏതെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ചിയാസീഡ് കുടിക്കട്ടോ. ഞാൻ മുമ്പ് ചിയാസീഡ് ആയിരുന്നു കുടിച്ചിരുന്നത്. കേട്ടു അതിൻ്റെ ഒരു ചോയ ഇഷ്ടാവുന്നില്ല, അപ്പൊ അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. അപ്പൊ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രിങ്ക്. അതുപോലെ ഈവനിങ്ങിന് ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാലും അതുപോലെ 1 ലിറ്റർ ഞാൻ കുടിക്കൂട്ടാ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ നിന്ന് വരുമ്പോൾ നല്ലോണം വിശക്കൂട്ടാ. ഞാനിപ്പോൾ രാവിലെ എന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് ഞാൻ ലഞ്ചായിട്ടും കൊണ്ടുപോകുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ചില നേരത്ത് ഗോതമ്പിന്റെ ബ്രെഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും കഴിക്കുക. അത് തന്നെ ഞാൻ ലഞ്ചിനും കൊണ്ടുപോകും. അപ്പോൾ അത് 2 ഒന്നൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും ആവില്ല. അതൊക്കെ ഒരുപാട് ചോറൊക്കെ കഴിച്ചിനല്ലേ, അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു ചെറിയൊരു വിശപ്പുണ്ടാവും. അപ്പോൾ ഞാൻ എന്താ പറയുക, വീട്ടിലെത്തിയേക്ക് തന്നെ നേരെ ഇത് തിളപ്പിക്കും. ഒരു കപ്പ് തിളപ്പിച്ചിട്ട് അത് അങ്ങോട്ട് കുടിക്കൂട്ടും. അത് കുടിച്ചാൽ തന്നെ നല്ല വിശപ്പിനും ആക്കാണ്, നല്ലൊരു ഫ്രഷ്നെസ്സും കിട്ടും, ഒക്കെ കിട്ടും. അപ്പോൾ എക്സസൈസ് എടുക്കാനുള്ളൊരു ഇതും ഉണ്ടാവും കേട്ടോ, എനർജി ഉണ്ടാവും. മറ്റേത് നമ്മൾ പറ്റക്കണ്ണ് വൈകിട്ടുണ്ടാവും, കണ്ണും മറക്കാൻ. രാവിലെ പോകുമ്പോൾ ഭയങ്കര ഇതാവും, പക്ഷേ ഈവനിങ്ങിനായല്ല കേട്ടോ ഗൈസ്. അങ്ങനെ അപ്പോൾ അതാട്ടോ ഞാൻ കുടിക്കല്. അത് കഴിഞ്ഞ് ഒരു 6 മണി ആകുമ്പോഴത്തേനാണ് ഞാൻ എൻ്റെ കേക്ക് എടുക്കാറുള്ളത്. അത് കേക്ക് കഴിച്ച് പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ വെള്ളം കുടിക്കും. എന്നിട്ട് ഞാൻ സുഖമായിട്ട് അങ്ങോട്ട് കിടന്നു ഗൈസ്. അങ്ങനെയാണ് എന്നും പതിവ് പോലെ. രാവിലെ എന്താണോ കഴിച്ചത് അതന്നെ ഉച്ചക്കും കഴിക്കുന്നത്. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യട്ടെ. ഞാൻ പോലെ ഓഫീസ് പോകണോണ്ടാണല്ലോ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉപ്പേരി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പിന്നെ ഈവനിങ്ങിനാ കേക്കും. അങ്ങനെ 3 അതാണ് കേട്ടോ എൻ്റെ ഫുഡ് വരുന്നത് ആകെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വർക്കൗട്ട് ഉണ്ട്. നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥക്ക് പ്രത്യേകിച്ച് നല്ലോണം വെള്ളം കുടിക്കാം. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാം കേട്ടോ. അപ്പോൾ ഞാനാദ്യം പച്ചവെള്ളത്തിന് അഡിക്റ്റ് ചെയ്ത് പച്ചവെള്ളമായിരുന്നു ഞാൻ കുടിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനിപ്പോൾ ചുടുവെള്ളം തിപ്പിക്കാനേ വന്നിട്ടുണ്ട്. പിന്നെ ഈ ജീരകവെള്ളം, കറാമ്പട്ടോ. കറാമ്പട്ടൻ്റെ ഫ്ലേവർ ആദ്യം തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കറാമ്പട്ടൻ്റെ പട്ട എടുത്തിട്ട് വായിലിട്ട് വെറുതെ ചവിച്ചിട്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇനിയും അടിച്ചിരിക്കാതെ പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോ. ഞങ്ങൾ നാളെ വെക്കുമ്പോൾ പിന്നെ നീണ്ട് പോവുക ചെയ്യാം. അപ്പോൾ ഞാൻ വെയിറ്റ് ഇപ്പോൾ നോക്കിയിട്ടില്ല കേട്ടോ. എൻ്റെ കഴുത്താണ് ആദ്യം നിന്നിട്ട് പോകുന്നത്. എങ്ങോട്ടെത്തൊന്നും അറിയില്ല. ആദ്യമൊക്കെ ഫേസും കഴുത്താണ് പോകുന്നത്. പലർക്കും പറയുന്നത് പോകുമല്ലോ. അപ്പോൾ ഞാൻ 83 ഉള്ളത് 80 വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേക്ക് കഴിച്ചതിന് ശേഷം ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല. അതിനിപ്പോൾ 1 മാസം ഇത് ഫുള്ള് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യൂട്ടാ. അങ്ങനെ ഞാൻ അറിയിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ സൺഡേ എന്തൊക്കെ കഴിച്ച് എന്തൊക്കെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണിൽ ലൈക്കും കൂടെ തരാൻ മറക്കരുത്. പിന്നെ നിങ്ങളെ വിലയേറിയ കമൻസും കാര്യങ്ങളും ഒക്കെ എഴുതി അറിയിക്കുക. എന്തായാലും കുഴപ്പമില്ല, ഞാനത് വായിക്കൂട്ടോ. എല്ലാവരുടെ കമൻറ്റും വായിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം എഴുതി അറിയിക്കും. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കി. ബായ്. പതിവ് പോലെ ഇതാ മക്കളെ കിച്ചണിലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെ ഫസ്റ്റ് ഡ്രിങ്ക് അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ജീരകവും കറാമ്പട്ടയും കൂടെ തിളപ്പിച്ച വെള്ളം കേട്ടോ. നിങ്ങൾക്ക് അതല്ലാന്നുണ്ടെങ്കിൽ പച്ച വെള്ളത്തിൽ ചെറുനാരങ്ങ നീര് ഒറ്റിച്ചിട്ട് അങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ഗോതമ്പ് നൂൽപുട്ടും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിക്ക് അത് ലഞ്ചിനും കഴിക്കാം, ലഞ്ചും ഡിന്നറൊക്കെ ഒന്നാക്കാം. അപ്പോൾ അതാണ് ഞാൻ നോക്കുന്നത് ഗൈസ്. അങ്ങനെ അതാ നൂൽപുട്ടൊക്കെ അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ പൈസക്കുട്ടീൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോകാനുണ്ട്. അപ്പോൾ അതാ ചായയും ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ ടേബിളിൽ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഒരാൾക്ക് ഇവിടെ
പഞ്ചസാര വേണമെന്ന് പറഞ്ഞിട്ട് ബ്രൗൺ ഷുഗറാണ് കേട്ടോ അത്. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെയാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിതാ നമ്മൾ ബ്യൂട്ടി പാർലറിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഇതാ വീട്ടിലെത്തിയതിനു ശേഷം ഇതാ ഈ പഴത്തിൻ്റെയും നമ്മളെ കിയാറിൻ്റെയും കൂട്ടത്തിൽ നിന്നും ഞാനത് കിയാർ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതാണ്ടോ ഇന്നത്തെ ലഞ്ച്. പിന്നെ നല്ലോണം വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞൊന്ന് സുഖമായിട്ട് ഉറങ്ങിയതിനു ശേഷം ഇതാ ഈവനിങ്ങിന് വർക്കൗട്ട് ചെയ്തു. പിന്നെ ഇതാ നമ്മുടെ ഐസ്ക്രീം എടുക്കുകയാണ് കേട്ടോ. എന്നും ഞാൻ അധികം വാനില ഫ്ലേവർ ആട്ടോ കഴിക്കുക. എൻ്റെ ഫേവറേറ്റ് അതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.